ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് ആർക്ക് വോൾട്ടേജ്. അപ്പോൾ ആർക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആർക്കിംഗ് പീരിയഡിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കോണ്ടാക്ട്സിൽ അപ്പിയർ ചെയ്യുന്ന വോൾട്ടേജിനെ പറയുന്ന പേരാണ് ആർക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞു. അപ്പോൾ ഡെഫിനേഷൻ പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദ വോൾട്ടേജ് ദാറ്റ് അപ്പിയേഴ്സ് അക്രോസ് ദ കോണ്ടാക്ട്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ ഡ്യൂറിങ് ദ ആർക്കിംഗ് പീരിയഡ്. ഇതാണ് ആർക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ നോക്കുക, റീ സ്ട്രൈക്കിംഗ് വോൾട്ടേജ് നോക്കാം. റീ സ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കിംഗ് പീരിയഡിൽ കറണ്ട് സീറോ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ നിയർ കറണ്ട് സീറോ ആകുന്ന സമയത്ത് നമ്മൾ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കോണ്ടാക്ട്സിൽ അപ്പിയർ ചെയ്യുന്ന ട്രാൻസിയൻറ്റ് വോൾട്ടേജിനെ പറയുന്ന പേരാണ് റീ സ്ട്രൈക്കിംഗ് വോൾട്ടേജ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഫിഗറിൽ. അപ്പോൾ ഇവിടെ കറണ്ട് നമ്മൾ ആർക്കിംഗ് പീരീഡാണ്. ആർക്കിംഗ് പീരീഡിൽ ഇവിടെ കറണ്ട് സീറോ ആണ്. ആ സീറോ ആകുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ്, ഈ ഒരു വോൾട്ടേജ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ട്രാൻസിയൻറ്റ് വോൾട്ടേജ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ വോൾട്ടേജിനെ പറയുന്ന പേരാണ് റീ സ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്ന് പറയും. ഇനി മൂന്നാമത്താണ് റിക്കവറി വോൾട്ടേജ്. അപ്പോൾ റിക്കവറി വോൾട്ടേജ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദ നോർമൽ ഫ്രീക്വൻസി RMS വോൾട്ടേജ് ദാറ്റ് appears across the contacts of circuit breaker after the final arc extinction. It is approximately equal to the system voltage. അപ്പോൾ റിക്കവറി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നോർമൽ ഫ്രീക്വൻസിയുള്ള RMS വോൾട്ടേജ് ആണ്. അതായത് നമ്മൾ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഫൈനൽ ആർക്ക് എക്സ്റ്റിങ്ഷൻ കഴിഞ്ഞാൽ അതിൻ്റെ കോണ്ടാക്ട്സിൽ അപ്പിയർ ചെയ്യുന്ന നോർമൽ RMS വോൾട്ടേജിനെ പറയുന്ന പേരാണ് റിക്കവറി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ. ഇത് ഏകദേശം ഏത് തന്നെ ആയിരിക്കും, നമ്മുടെ സിസ്റ്റം വോൾട്ടേജിന് ഈക്വൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും റിക്കവറി വോൾട്ടേജ് വന്നിട്ടുണ്ട്. അതായത് ഫൈനൽ ആർക്ക് എക്സ്റ്റിങ്ഷൻ നടന്നു, ആർക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞാൽ നമ്മൾ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കോണ്ടാക്ട്സിൽ അപ്പിയർ ചെയ്യുന്ന വോൾട്ടേജിൻ്റെ RMS വാല്യൂവിന് പറയുന്നത് അല്ലെങ്കിൽ RMS വോൾട്ടേജിനെ പറയുന്ന പേരാണ് റിക്കവറി വോൾട്ടേജ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്ത് നമ്മളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നോക്കാം, ക്ലാസിഫിക്കേഷൻ ഓഫ് സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ നമ്മൾ ആർക്ക് എക്സ്റ്റിങ്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആർക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിനുള്ളിൽ ആർക്കിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയത്തിനനുസരിച്ച് നമ്മൾ സർക്യൂട്ട് ബ്രേക്കറെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്താണ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ, രണ്ടാമത്താണ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ, മൂന്നാമത്താണ് സൾഫർ ഹെക്സാഫ്ലൂറൈഡ് അതായത് SF6 സർക്യൂട്ട് ബ്രേക്കർ, നാലാമത്താണ് വാക്വം സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ ആദ്യം നോക്കുക, ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ആർക്ക് എക്സ്റ്റിങ്ഷന് വേണ്ടിയിട്ട് ഇൻസുലേറ്റിംഗ് ഓയിലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും. രണ്ടാമത്താണ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ. എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്ക് എക്സ്റ്റിങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ പ്രഷറുള്ള എയർ ബ്ലാസ്റ്റാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും. എന്നാൽ നമ്മൾ ആർക്ക് എക്സ്റ്റിങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൾഫർ ഹെക്സാഫ്ലൂറൈഡാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ്, മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു, സൾഫർ ഹെക്സാഫ്ലൂറൈഡ് സർക്യൂട്ട് ബ്രേക്കർ SF6 ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നാലാമത്താണ് വാക്വം സർക്യൂട്ട് ബ്രേക്കർ. അതായത് നമ്മൾ ആർക്ക് എക്സ്റ്റിങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാക്വം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വാക്വം സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും. ഇതാണ് ഈ ക്ലാസിഫിക്കേഷനാണ്, 4 ക്ലാസിഫിക്കേഷനാണ് നമുക്ക് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കേസിൽ നമ്മൾ ആർക്ക് എക്സ്റ്റിങ്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയം അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻസുലേറ്റിംഗ് ഓയിലാണ് നമ്മൾ ആർക്ക് കൊഞ്ചിങ് മീഡിയ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സർക്യൂട്ട് ബ്രേക്കറിൽ. ഇപ്പോൾ ട്രാൻസ്ഫോമർ ഓയിൽ പോലുള്ള ഏതെങ്കിലും ഇൻസുലേറ്റിംഗ് ഓയിലായിരിക്കും നമ്മൾ ആർക്ക് കൊഞ്ചിങ് മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ നമ്മൾ ഇവിടെയുള്ള 2 കോണ്ടാക്ട്സ് നമ്മൾ ക്ലോസ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവും. എന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ 2 കോണ്ടാക്ട്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ എന്ത് ചെയ്തു, ഇവിടെ ഒരു ആർക്ക് സ്ട്രക്ക് ചെയ്തു എന്ന് കരുതാം. അപ്പോൾ ഈ 2 കോണ്ടാക്റ്റിൻ്റെ ഇടയിൽ ഒരു ആർക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ആർക്ക് കാരണം ഇവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഈ ഹീറ്റ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആർക്ക് എന്ന് പറഞ്ഞാൽ എനോമസ് ഓഫ് എനർജി, അത്രയും ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു ഹീറ്റ് കാരണം നമ്മൾ ചുറ്റുപാടുള്ള ആർക്കുകൾ എന്ത് ചെയ്യാൻ തുടങ്ങും, ചുറ്റുപാടുള്ള ഓയിൽസ് ഇവാപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇവാപ്പറേറ്റ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറും, ഈ സറൗണ്ടിങ് ഓയിലിനെ അത് ഹൈഡ്രജൻ ഗ്യാസ് ആക്കിയിട്ട്, ഹൈ പ്രഷറുള്ള ഹൈഡ്രജൻ ഗ്യാസ് ആക്കിയിട്ട് മാറ്റും.
അപ്പോൾ ആർക്കുണ്ടായി, ആർക്ക് കാരണം അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ആ ഹീറ്റ് കാരണം നമ്മളെ സറൗണ്ടിങ് ഓയിൽസ് ഇവാപ്പറേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറി, ഹൈ പ്രഷറിലുള്ള ഹൈഡ്രജൻ ഗ്യാസായിട്ട് മാറി. അപ്പോൾ സാധാരണ ഹൈഡ്രജൻ ഗ്യാസിന് ഒക്യുപ്പൈ ചെയ്യാൻ വളരെ ലാർജ് വോളിയം എന്താണ് ആവശ്യമാണ്. ഒരു ഓയിലിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പിന്നെ ഹൈഡ്രജൻ ഗ്യാസിന് ഒക്യുപ്പൈ ചെയ്യാൻ വെരി ഹൈ വോളിയം അവിടെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹൈ വോളിയം അവിടെ ഒക്യുപ്പൈ ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ആർക്കിന് എന്ത് ചെയ്യും, അത് അവിടുന്ന് ഈ പുഷ് അവേ ചെയ്യും, അതായത് അവിടുന്ന് തള്ളി മാറ്റിയിട്ട് ആർക്കിൻ്റെ പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യും, ഈ കോണ്ടാക്ട്സിൻ്റെ അഡ്ജസ്റ്റൻറ്റ് പൊസിഷൻ പോയിൻ്റ് എന്ന ഭാഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും, അത് ഈ ഒരു ഹൈഡ്രജൻ ഗ്യാസ് തള്ളി മാറ്റും. അപ്പോൾ ഇവിടെ അപ്പം അങ്ങനെ തള്ളി മാറ്റുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, ആർക്ക് എക്സ്റ്റിങ്ക്വിഷൻ ചെയ്തിട്ട് പോകും. ഇപ്പോൾ ഇവിടെ 2 കാരണങ്ങൾ കൊണ്ടാണ് ആർക്ക് എക്സ്റ്റിങ്ക്വിഷൻ ചെയ്തത്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഹൈ ഹീറ്റ് കണ്ടക്ടിവിറ്റി ഉള്ള ഒരാളാണ്. അപ്പോൾ ഹൈ ഹീറ്റ് കണ്ടക്ടിവിറ്റി ഉണ്ടാകുന്ന സമയത്ത് ഇത് ഇവിടെ ഈ ഒരു കോണ്ടാക്ട്സിന് ചുറ്റും ഈ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഹൈ ഹീറ്റ് കണ്ടക്ടിവിറ്റി കാരണം അവിടെ എന്ത് ചെയ്യും, ഒന്ന് ആർക്കിനെ വളരെ പെട്ടെന്ന് കൂൾ ചെയ്യും. അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഇവിടെ അയോണൈസ് ചെയ്ത പാർട്ടിക്കിൾസ് കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, അയോണൈസ്ഡ് ഈ എയർ പാർട്ടിക്കിൾസ് അയോണൈസ് ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് കിട്ടി ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ ഈ ഒരു ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യും, ഈ കോണ്ടാക്ട്സിൻ്റെ ഇടയിലുള്ള മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസിനെ ഡി അയോണൈസേഷൻ ചെയ്യും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ആർക്ക് ഇല്ലാതാകാൻ പെട്ടെന്ന് എക്സ്റ്റിങ്ക്വിഷൻ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹൈഡ്രജൻ ഗ്യാസ് ഒരു ടർബുലൻസ് ഫോഴ്സ് എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്ത് ഈ ഒരു സർക്യൂട്ടിൽ ഈ ഒരു കോണ്ടാക്ട്സിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ ഒരു ടർബുലൻസ് ഫോഴ്സ് ഈ കോണ്ടാക്ട്സിൻ്റെ ഇടയിൽ ഫോഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ഇത് ഈ ആർക്കിംഗ് പ്രൊഡക്ട്സിന് ഈ ആർക്കിംഗ് പാത്തുനിന്ന് എന്ത് ചെയ്യും, തള്ളി മാറ്റി കളയാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ആർക്കിനെ നമുക്ക് എക്സ്റ്റിങ്ക്വിഷൻ ചെയ്ത് അവിടെയുള്ള സർക്യൂട്ട് കറണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്ററപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ വർക്കിങ്ങിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് നോട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞാൽ സച്ച് സർക്യൂട്ട് ബ്രേക്കേഴ്സ് സം ഇൻസുലേറ്റിംഗ് ഓയിൽ, എക്സാമ്പിളായിട്ട് ട്രാൻസ്ഫോമർ ഓയിൽ ഈസ് യൂസ്ഡ് ആസ് ആർക്ക് കൊഞ്ചിങ് മീഡിയം. ഇത്തരത്തിലുള്ള സർക്യൂട്ട് ബ്രേക്കറിൽ നമ്മൾ ഇൻസുലേറ്റിംഗ് ഓയിൽ, അതായത് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ ട്രാൻസ്ഫോമർ ഓയിൽ പോലുള്ള സാധനങ്ങളാണ് ആർക്ക് കൊഞ്ചിങ് മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് കോണ്ടാക്ട്സ് ആർ ഓപ്പൺഡ് അണ്ടർ ഓയിൽ ആൻഡ് ആർക്ക് ഈസ് സ്ട്രക്ക് ബിറ്റ്വീൻ ദം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ 2 കോണ്ടാക്ട്സ്, അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള 2 കോണ്ടാക്ട്സ് നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, അവിടെ ഒരു ആർക്ക് സ്ട്രക്ക് ചെയ്യും. The heat of the arc evaporates the surrounding oil and dissociate into hydrogen gas at high pressure. ഈ ആർക്ക് ഉണ്ടാക്കുന്ന ഹീറ്റ് കാരണം സറൗണ്ടിങ് ഓയിൽ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും, ഹൈഡ്രജൻ ഗ്യാസ് അല്ല ഹൈ പ്രഷറുള്ള ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് മാറും. നാലാമത്തെ പോയിന്റ്, ഹൈഡ്രജൻ ഗ്യാസ് ഒക്യുപ്പൈസ് ലാർജ് വോളിയം. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസിന് എന്ത് വേണം, അതിൽ നിൽക്കാൻ കൂടുതൽ വോളിയം വേണം ഈ ഓയിലിനേക്കാളും കമ്പയർ ചെയ്യുന്ന സമയത്ത്. The oil is therefore pushed away from an arc and an expanded hydrogen gas bubble surrounds an arc region adjacent portion of the contacts. അപ്പോൾ ഈ ഒരു ഓയിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ലാർജ് വോളിയം ആവുന്ന സമയത്ത് ഓയിൽ എന്ത് ചെയ്യും, ഈ ആർക്ക് പാർട്ടിക്കിൾസിനെ അവിടെ എന്ത് ചെയ്യും, എന്തായിട്ട് മാറും, അവിടുന്ന് തള്ളി മാറ്റും, പുഷ്ഡ് അവേ ചെയ്യും. അങ്ങനെ ഈ ഒരു ആർക്ക് പാർട്ടിക്കിൾസിനെ ഈ ഒരു ആർക്ക് നമ്മൾ കോണ്ടാക്റ്റിൻ്റെ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കോണ്ടാക്റ്റിൻ്റെ അഡ്ജസ്റ്റൻറ്റ് പോർഷൻസ് എന്ത് ചെയ്യും, ഇത് ഒഴിവാക്കും. നാലാമത്തെ പോയിന്റ് പറയുന്നത് ആർക്ക് ഇസ് എക്സ്റ്റിങ്ക്വിഷ്ഡ് ബൈ 2 പ്രോസസ്സ്. നമ്മൾ ആർക്ക് എക്സ്റ്റിങ്ക്വിഷൻ ചെയ്യുന്ന 2 പ്രോസസ്സ് കൊണ്ടാണ്. ഒന്ന്, ഫസ്റ്റ്ലി ദ ഹൈഡ്രജൻ ഗ്യാസ് ആസ് ഹൈ ഹീറ്റ് കണ്ടക്ടിവിറ്റി ആൻഡ് കൂൾസ് ദ ആർക്ക് ആൻഡ് ഡിയോണൈസ് ദ മീഡിയം ബിറ്റ്വീൻ ദ കോണ്ടാക്ട്സ്. അപ്പോൾ ഫസ്റ്റത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ആർക്കില്ലാകാതെയുള്ള ഫസ്റ്റത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് ഹൈ ഹീറ്റ് കണ്ടക്ടിവിറ്റി ഉള്ള ആളാണ്. അപ്പോൾ എന്ത് ചെയ്യും, അത് ആർക്കിനെ കൂൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ഈ കോണ്ടാക്ട്സിനിടയിലുള്ള മീഡിയത്തിൽ എന്ത് ചെയ്യും, ഡി അയോണൈസേഷൻ ചെയ്യും. അപ്പോൾ അവിടെ പെട്ടെന്ന് എന്ത് ചെയ്യും, ആർക്ക് ഇല്ലാതാകാൻ കാരണമാകും, അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്വിഷൻ ചെയ്യാൻ കാരണമാകും. രണ്ടാമത്, സെക്കൻഡ്ലി ദ ഗ്യാസ് സെറ്റപ്പ് എ ടർബുലൻസ് ഇൻ ദ ഓയിൽ ആൻഡ് ഫോഴ്സസ് ഇൻ ടു ദ സ്പേസ് ബിറ്റ്വീൻ ദ കോണ്ടാക്ട്സ് ദസ് എലിമിനേറ്റിംഗ് ദ ആർക്കിംഗ് പ്രൊഡക്ട്സ് ഫ്രം ദ ആർക്ക് പാത്ത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗ്യാസ് എന്ത് ചെയ്യും, ഈ ഹൈഡ്രജൻ ഗ്യാസ് ഒരു ടർബുലൻസ് ഫോഴ്സ് ഓയിലുണ്ടാക്കും. അതെന്ത് ചെയ്യും, ഈ ടർബുലൻസ് ഫോഴ്സ് കാരണം നമ്മൾ കോണ്ടാക്ട്സിനിടയിലുള്ള ആർക്കിംഗ് പ്രൊഡക്ട്സ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആർക്ക് പാത്തിനിടയിലുള്ള ആർക്കിംഗ് പ്രൊഡക്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ദ റിസൾട്ട് ഈസ് ദാറ്റ് ആർക്ക് ഇസ് എക്സ്റ്റിങ്ക്വിഷൻ ആ സർക്യൂട്ട് കറണ്ട് ഇസ് ഇൻറ്ററപ്റ്റഡ്. അത് കാരണം എന്ത് ചെയ്തു, ആർക്ക് എക്സ്റ്റിങ്ക്വിഷൻ ചെയ്യും, സർക്യൂട്ട് കറണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻറ്ററപ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ. ഇനി ടൈപ്സ് ഓഫ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ നോക്കാം. 2 തരത്തിലുള്ള ഓയിൽ സർക്യൂട്ട് ബ്രേക്കറുള്ളത്. ഒന്ന് ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറുണ്ട്, 2 ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറുണ്ട്. അപ്പോൾ ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ അതെന്ത് ചെയ്യും,
ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഓയിലിന് ഈ ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ ഉപയോഗിക്കുന്ന ഓയിലിനുള്ള 2 പർപ്പസ് ഉണ്ട്. ഒന്നാമത്തെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്ത് ചെയ്യാം, ഈ ആർക്കിനെ എക്സ്റ്റിങ്ക്വിഷൻ ചെയ്യാൻ സഹായിക്കണം. രണ്ടാമത്തെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സർക്യൂട്ട് ബ്രേക്കറിലുള്ള കണ്ടക്റ്റിംഗ് പാർട്ടുകളെ ഇൻസുലേറ്റ് ചെയ്ത് നിർത്തും വേണം. അപ്പോൾ കറണ്ട് ക്യാരിങ് ആയിട്ടുള്ള കണ്ടക്റ്റിംഗ് പാർട്സുകൾ എന്ത് ചെയ്യണം, ഒന്നിൽ നിന്നൊന്ന് ഇൻസുലേറ്റ് ചെയ്ത് നിർത്തും വേണം. അപ്പോൾ ഇത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. ഒന്ന് പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറും 2 ആർക്ക് കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറും. അങ്ങനെ രണ്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നോട്ട് നോക്കാം. ഇറ്റ് ഈസ് യൂസ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ദ ഓയിൽ ഹാസ് ടു സെർവ് 2 പർപ്പസസ്. 2 പർപ്പസാണ് ഈ ഓയിലിനുള്ളത്. ഒന്ന്, ഫസ്റ്റ്ലി ഇറ്റ് എക്സ്റ്റിങ്ക്വിഷസ് ദ ആർക്ക് ഡ്യൂറിങ് ഓപ്പണിംഗ് ഓഫ് കോൺടാക്ട്സ്. നമ്മൾ കോൺടാക്ട് ഓപ്പൺ ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കോൺടാക്ട് ഓപ്പൺ ആകുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, ആർക്കിനെ എക്സ്റ്റിങ്ക്വിഷൻ ചെയ്യും. ആൻഡ് സെക്കൻഡ്ലി ഇറ്റ് ഇൻസുലേറ്റ്സ് ദ കറണ്ട് കണ്ടക്റ്റീവ് പാർട്സ് ഫ്രം വൺ അനദർ. ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു. അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സർക്യൂട്ട് ബ്രേക്കറിനകത്തുള്ള കറണ്ട് ക്യാരിങ് പാർട്സുകളെ എന്ത് ചെയ്യും, ഇൻസുലേറ്റ് ചെയ്ത് പരസ്പരം ഇൻസുലേറ്റ് ചെയ്ത് നിർത്തും. ഇത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കും, 2 ആർക്ക് കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറും. ഇത് പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറായിട്ടും ആർക്ക് കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്താണ് ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്ക്. ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് മിനിമം എമൗണ്ട് ഓഫ് ഓയിൽ. ഇത് എന്ത് ചെയ്യുള്ളൂ, വളരെ കുറഞ്ഞ ഓയിൽ, മിനിമം എമൗണ്ട് ഓഫ് ഓയിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഈ ഒരു ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ശരിക്ക് ആർക്ക് എക്സ്റ്റിങ്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നേരത്തിൽ ബൾക്ക് ഓയിലാണ സമയത്ത് ആർക്ക് എക്സ്റ്റിങ്ഷനും അതേപോലെ തന്നെ ഇൻസുലേഷൻ പർപ്പസ് കറണ്ട് ക്യാരിങ് പാർട്സ് ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ ആകുന്ന സമയത്ത് ഇവിടെ നമ്മൾ വളരെ കുറഞ്ഞ ഓയിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആ ഓയിൽ എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് എക്സ്റ്റിങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതാണ് ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. ഇനി നോക്കാം പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ നോക്കുക. ഇപ്പോൾ പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ ഇതിൻ്റെ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ 2 കോണ്ടാക്ട്സ് ഉണ്ട്. ഒരു ഫിക്സ്ഡ് കോണ്ടാക്റ്റ് ഉണ്ട്, അതേപോലെ മൂവിങ് കോണ്ടാക്റ്റ് ഉണ്ട് സർക്യൂട്ട് ബ്രേക്കറിനുള്ളിൽ. പിന്നെ ഇത്രയും ഒരു ലെവൽ വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓയിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ എയർ കുഷ്യനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം എയർ കുഷ്യനാണ്. ഇതുവരെ എന്തുള്ളൂ, ശരിക്ക് ഓയിലിൻ്റെ ഭാഗമുള്ളൂ. അപ്പോൾ ഇതൊരു ടാങ്ക് പോലെയാണ്. ആ ടാങ്കിൻ്റെ ഒരു പർട്ടിക്കുലർ ലെവൽ വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓയിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ എന്താണ്, നമ്മൾ എയർ കുഷ്യനാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ പിന്നെ ഇവിടെയുള്ള ഫിക്സ്ഡ് കോണ്ടാക്റ്റും അതേപോലെ മൂവിങ് കോണ്ടാക്റ്റും എന്ത് ചെയ്യും, ക്ലോസ് ആയിട്ട് കിടക്കും. അപ്പോൾ സർക്യൂട്ട് കറണ്ട് എന്ത് ചെയ്യും, നോർമൽ സർക്യൂട്ട് കറണ്ടിനെ അതെന്ത് ചെയ്യും, ക്യാരി ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സാധാരണ സർക്യൂട്ട് ബ്രേക്കറിനെ പോലെ തന്നെ പിന്നെ ഈ ഒരു മൂവിങ് കോണ്ടാക്റ്റിന് എന്ത് ചെയ്യും, അത് പുള്ള് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് ബാക്കിലോട്ട് വലിക്കും. അതായത് ആ ക്ലോസ് ചെയ്ത് നിൽക്കുന്നതിന് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ മൂവിങ് കോണ്ടാക്റ്റിൻ്റെ ഇടയിലും അതേപോലെ മൂവിങ് കോണ്ടാക്റ്റിൻ്റെയും ഫിക്സ്ഡ് കോണ്ടാക്റ്റിൻ്റെ ഇടയിലും എന്ത് ചെയ്യും, ഒരു ആർക്ക് സ്ട്രക്ക് ചെയ്യും. അങ്ങനെ ആർക്ക് സ്ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ഓയിൽ പാർട്ടിക്കിൾസിനെ വാപ്പറൈസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും, ഹൈഡ്രജൻ ഗ്യാസായിട്ട് മാറും. അപ്പോൾ ഈ ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യും, ആർക്ക് പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ ആ കോണ്ടാക്ട്സിൻ്റെ അടിയിലുള്ള സറൗണ്ടിങ്സിലുള്ള പിന്നെ അയോണൈസ്ഡ് പാർട്ടിക്കിൾസിനെ കൂൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, അവിടെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, ആർക്ക് എക്സ്റ്റിങ്ക്വിഷൻ അവിടെ സംഭവിക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, സർക്യൂട്ട് കറണ്ട് ഇൻറ്ററപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്ന പേരാണ്, ഈ ഒരു സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്ന പേരാണ് പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും. അപ്പോൾ ഇതിനെ ജസ്റ്റ് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫിക്സ്ഡ് ആൻഡ് മൂവിങ് കോണ്ടാക്ട്സ് എൻക്ലോസ്ഡ് ഇൻ എ ടാങ്ക് കണ്ടെയ്നിങ് ഓയിൽ അപ് ടു certain level and an air cushion above the oil level. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിലൊരു ഫിക്സ്ഡ് കോണ്ടാക്റ്റ് ഉണ്ട്, അതേപോലെ മൂവിങ് കോണ്ടാക്റ്റും ഉണ്ട്. ഇതൊരു ടാങ്കിൻ്റെ ഉള്ളിലാണ് എൻക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു സർട്ടൻ ലെവൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഓയിലുണ്ട്. അതിൻ്റെ മുകളിൽ എയർ കുഷ്യനാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. രണ്ടാമത്തെ അണ്ടർ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ദ ഫിക്സ്ഡ് ആൻഡ് മൂവിങ് കോണ്ടാക്ട്സ് റിമെയിൻ ക്ലോസ്ഡ് ആൻഡ് ബ്രേക്കർ ക്യാരീസ് നോർമൽ സർക്യൂട്ട് കറണ്ട്. നോർമൽ കണ്ടീഷനിൽ നമ്മളെ ഫിക്സ്ഡ് കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റും ക്ലോസ് ആയിട്ട് കിടക്കും. അതുകൊണ്ട് തന്നെ ബ്രേക്കർ എന്ത് ചെയ്യും, നോർമൽ കറണ്ട് ക്യാരി ചെയ്യും. മൂന്നാമത്തെ കാര്യം തന്നെ ഫോൾട്ട് കറണ്ട് ഒക്കോസ് ദ മൂവിങ് കോണ്ടാക്ട്സ് ആർ പുൾ ഡൗൺ ബൈ പ്രൊട്ടക്റ്റീവ് സിസ്റ്റം ആൻഡ് ആർക്ക് സ്റ്റക്ക് വിച്ച് വാപ്പറൈസസ് ദ ഓയിൽ ഇൻ ടു ഹൈഡ്രജൻ ഗ്യാസ്. എന്തെങ്കിലും ഫോൾട്ട് കറണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഫിക്സ്ഡ് കോണ്ടാക്റ്റ് മൂവിങ് കോണ്ടാക്റ്റ് തമ്മിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ മൂവിങ് കോണ്ടാക്റ്റിനെ എന്ത് ചെയ്യും, അത് താഴോട്ട് വലിച്ച്
മൂവിങ് കോൺടാക്റ്റ് ഫിക്സഡ് കോൺടാക്റ്റ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, ഒരു ആർക്ക് അവിടെ എസ്റ്റിബ്യൂഷൻ ചെയ്യും. ആർക്ക് എസ്റ്റിബ്യൂഷൻ ചെയ്യുന്ന കാരണം അവിടെ ഉണ്ടായ ഹീറ്റ് കാരണം അവിടെ എന്ത് ചെയ്യും, അവിടെ ഈ ഓയിലിനെ വാപ്പറൈസ് ചെയ്തിട്ട് അവിടെ ഹൈഡ്രജൻ ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. നാലാമത്തെ കാര്യം, ഹൈഡ്രജൻ ഗ്യാസ് ബബിൾസ് ജനറേറ്റഡ് അറൗണ്ട് ദ ആർക്ക് കൂൾസ് ദ ആർക്ക് ആൻഡ് ഡിയോണൈസ് ദ മീഡിയം ബിറ്റ്വീൻ ദ കോൺടാക്ട്സ്. അങ്ങനെ ഈ ബബിൾസ് ഹൈഡ്രജൻ ബബിൾസ് നമ്മൾ പിന്നെ ഈ കോണ്ടാക്ട്സിന് അറൗണ്ടായിട്ടുള്ള ഹൈഡ്രജൻ ബബിൾസ് നമ്മൾ ആർക്കിന് എന്ത് ചെയ്യും, കൂൾ ചെയ്യും. അതേപോലെ ഇതിൻ്റെ ഇടയിലുള്ള കോണ്ടാക്ട്സിൻ്റെ ഇടയിലുള്ള മീഡിയത്തെ എന്ത് ചെയ്യും, ഡീഅയോണൈസേഷൻ ചെയ്യുകയും ചെയ്യും. റിസൾട്ട് ഇൻ ആർക്ക് എക്സ്റ്റിങ്ക്വിഷൻ സർക്യൂട്ട് കറണ്ട് ഈസ് ഇൻറപ്റ്റഡ്. അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ ആർക്ക് അവിടെ എക്സ്റ്റിങ്ക്വിഷൻ ചെയ്യും, സർക്യൂട്ട് കറണ്ട് എന്ത് ചെയ്യും, ഇൻറപ്റ്റ് ആവും ചെയ്യും. ഇത്തരം കാര്യങ്ങളാണ് പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ നമുക്ക് പറയാനുള്ളത്.